ഹലോ നമസ്കാരം. റോസസ് ടേസ്റ്റി ഹൗസിൻ്റെ പുതിയ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഓണം സ്പെഷ്യലായിട്ടുള്ള മധുരക്കാളൻ അല്ലെങ്കിൽ പഴം കൊണ്ടിട്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കാറുള്ള റെസിപ്പിയാണ്. പക്ഷേ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് രുചിച്ച് നോക്കേണ്ട ഒരു പുളിശ്ശേരി തന്നെയാണിത്. സാധാരണ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് അല്ല, ഒരു മധുരവും ചെറിയൊരു എരിവും പുളിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ചെറിയൊരു അളവാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരു ഏത്തപ്പഴം പഴുത്തത് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കറുപ്പ് വീണ് പോകരുത്. ഒരുപാട് കറുപ്പ്, ആ ഒരു തൊലിക്ക് അങ്ങ് ഒരുപാട് കറുപ്പ് നിറം വരാത്ത രീതിയിലുള്ള പഴം എടുക്കുക. എന്നാൽ പഴുത്തതും ആയിരിക്കണം. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇതേപോലെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 4 പീസാക്കി ഞാൻ മുറിക്കുന്നുണ്ട്. ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് വലിപ്പത്തിൽ, കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഉള്ളിലുള്ള ആ ഒരു കറുത്ത സാധനം കളയുന്നതാണ് നല്ലത്. അതിട്ടാലും കുഴപ്പമൊന്നുമില്ല, രുചി വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ പുളിശ്ശേരി കാണാനായിട്ടൊരു ഭംഗി വരണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കടായി എടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇത് പഴത്തിൻ്റെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല മധുരം ഉള്ളതല്ലേ, അപ്പം അത് കോമൺ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 3/4 ഗ്ലാസ് വെള്ളം. ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ഇത് ഓൾറെഡി പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 മണി കുരുമുളക്, അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഇതിവിടെ വെന്തിട്ടുണ്ടാവും. കണ്ട, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളമായിട്ട് അരയ്ക്കണം. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തേങ്ങ അരഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്ക്. നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ജാറിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്തങ്ങ് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പഴത്തിൽ വേവിച്ചപ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു. അല്ലാതെ അരപ്പിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതൊന്ന്, ഈ ഒരു അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വേകണം ഇത്, അല്ലെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഒരു 2-3 തിള നന്നായി വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തോളും. ഈ സമയത്ത് നമുക്ക് കുറച്ച് തൈര് അടിച്ചെടുക്കണം. തൈര് ഞാനിപ്പോൾ ഒരു 450 ഗ്രാം തൈര് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇതേപോലെ ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് അടിച്ചെടുത്തിരിക്കുന്ന തൈര് ഒരുപാട് നേരം ഇട്ട് പൾസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 തവണ ഇട്ടൊന്ന് പൾസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലായി വന്നോളും. ഒരുപാട് നേരം ഇട്ട് തൈര് അടിച്ചു കഴിഞ്ഞാൽ മോരായി പോവും. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം മേടിച്ച് വയ്ക്കുന്ന തൈര് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് സൂക്ഷിച്ചാൽ മതി. അപ്പം കറക്റ്റ് പുളി ആയിക്കോളും പിറ്റേ ദിവസം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ അനുവദിക്കരുത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും. നമ്മുടെ അരപ്പൊക്കെ ഓൾറെഡി വെന്തതാണ്. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പഴംപുളിശ്ശേരി. പഴംപുളിശ്ശേരിയുടെ ഒരു എന്താ പറയുക, അതുണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. ഇത് കണ്ടില്ലേ, കൈ കൊണ്ടൊന്നിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആ ചൂട് തട്ടുന്നുണ്ടെങ്കിൽ ഇത് റെഡിയായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം നമുക്ക്. വറ്റൽമുളക് ചേർത്തതിന് ശേഷം ഒരു പിഞ്ച്
ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ അങ്ങനെ ഇടണമെന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച ഉലുവയാണെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് 2 നുള്ള് മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു കളർ കിട്ടും ഇങ്ങനെ ഒരു മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മുടെ പുളിശ്ശേരിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ചില സ്ഥലങ്ങളിൽ മധുരക്കാളനെന്നും അറിയപ്പെടും കേട്ടോ. പിന്നെ ചില സ്ഥലത്തൊക്കെ കട്ടിക്കാളനായിട്ട് സദ്യക്ക് വെക്കാറുണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ പൊതുവേ ഇച്ചിരി ഒഴിച്ചുകറി പോലെയാണ് നമ്മൾ കാളൻ വെക്കാറുള്ളത്. അതായത് ഒരുപാട് അങ്ങ് ലൂസും അല്ല, ഭയങ്കര അങ്ങ് കട്ടിയല്ല, കുറുക്ക് കാളനായിട്ടല്ല വെക്കുന്നത്, ഇതേപോലെയാണ് വെക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കിയത്. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു 15 മിനിറ്റിന് ശേഷം മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതൊന്ന് കട്ടിയാവും. ഇരിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ നല്ല കട്ടിയായിട്ടുണ്ടല്ലേ. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ പഴം പുളിശ്ശേരി, ഏത്തയ്ക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഓണത്തിന് നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി ഓണത്തിന് മാത്രമല്ല, സാധാരണ ഉണ്ടാക്കാനാണെങ്കിലും നല്ല രുചി തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു, അത്തം ദിന ആശംസകൾ നേരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്